ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഇന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഒരൊറ്റ മാവ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ്, അത് ഏതായാലും കുഴപ്പമില്ല, ഒരു കപ്പ് എടുക്കുക. ഞാനൊരു 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്, അതാ പച്ചരി. അപ്പോൾ 3 കപ്പ് എൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. 2 ദിവസത്തിനുള്ളതായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇഡ്ഡലി, രണ്ടാമത്തെ ദിവസം ദോശ എന്നുള്ള ഒരു കണക്കിലാണ്. അപ്പോൾ ആ ഒരു 1/4 കപ്പിൽ കൂടുതൽ ഉഴുന്ന്, അപ്പോൾ 1 കപ്പ് നിറച്ചല്ല, 1/4 കപ്പിൽ കുറച്ച് കുറവ്. അപ്പോൾ 3 കപ്പ് അരിക്ക് ഒരു 1/4 കപ്പിൽ ഇത്തിരി കൂടുതൽ ഉഴുന്നാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഒരു 6-7 പ്രാവശ്യമൊക്കെ, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കഴുകണം അനുസരിച്ചിട്ട് ഞാൻ ഒരു 6-7 പ്രാവശ്യം കഴുകും. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകിയിട്ട് മൂടി വെക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല വെള്ളത്തിൽ തന്നെയാണ് അത് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി നമുക്കത് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിച്ചിട്ട് തന്നെ ഇടുന്നത്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 2 സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല. എങ്ങനെ ഇട്ടാലും ഇഡ്ഡലി നന്നായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ഒരു 3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം വേണ്ട ഇഡ്ഡലിക്കും ദോശക്കും. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് മാവ് ഉണ്ടാവുക. അപ്പോൾ എന്നാൽ ഭയങ്കരമായിട്ട് അരച്ചെടുക്കും വേണ്ട, കുറച്ചൊരു തരിതരിപ്പുള്ളതിലാണ് അരച്ചെടുക്കുന്നത്. നമുക്കത് പാത്രത്തിലേക്ക് ആദ്യത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എല്ലാം ഒന്നിച്ചിട്ടാൽ ഭയങ്കര ടൈറ്റ് ആവുന്നുള്ളൂ. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അടുത്ത അരിയും ഉഴുന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറ് ചേർക്കാം. ഈ ഒരു ഇതിൽ ഞാനൊരു 2 കോരി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കോരി 2 കോരി അടക്കം ചേർത്ത് കൊടുക്കും. അത് നിങ്ങൾക്ക് ഒരു ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 കപ്പ് അരിയല്ലേ, അപ്പോൾ ഒരു 2 കപ്പൊക്കെ ചോറ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പൊക്കെ ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് വീണ്ടും നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ട് തന്നെയാണ് അരക്കാറ്. നിങ്ങൾക്ക് പിറ്റേ ദിവസം ചേർത്തണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അപ്പം തന്നെ ഉപ്പിട്ടാണ് അരച്ചു കൊടുക്കാറ്. ഒരു കുഴപ്പം ഉണ്ടാകാറില്ല, അത്യാവശ്യം പൊന്തി വരാറുമുണ്ട്. ഇനി നമുക്കിതൊക്കെ എല്ലാം അരച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ട് ആയി വരാൻ വേണ്ടിയിട്ടാണ്. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിട്ട് പുളിച്ചിട്ട് പൊന്തിയിട്ടൊക്കെ വരും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ചധികം നേരം, ഒരു 2-4-5 പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് മൂടി വെക്കാം. ഒരു 8-10 മണിക്കൂർ വെക്കാം. ഞാൻ എപ്പോഴും റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കുന്നത്, ഇത് മാവ് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടായാലും തണുപ്പായാലും നന്നായിട്ട് പൊന്തി വരും. ചൂടാകുമ്പോൾ ഡയറക്റ്റ് വെക്കും. തണുപ്പ് സമയത്താണെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും, 1 മണിക്കൂറൊക്കെ മുന്നേ മാവ് വെക്കുന്നതിൻ്റെ. എന്നിട്ട് അതിന് ശേഷം മാവ് ഇറക്കി വെക്കും. 1 മണിക്കൂറിന് ശേഷം ആ വെള്ളം മാറ്റിയിട്ട് മാവ് വെക്കും. അപ്പോൾ ആ ഒരു ചൂട് അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊന്തി കിട്ടും. ചൂട് കാലത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. എനിക്ക് ഇഡ്ഡലി മാവ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നതിനെക്കാട്ടിയും ഇഷ്ടം ഇങ്ങനെ കുറച്ചിങ്ങനെ വീർത്ത് വരുന്നത് ആ ടൈപ്പാണ് കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ എനിക്കെന്തോ പതഞ്ഞ് പൊങ്ങുമ്പോൾ അത്ര ഒരു നന്നായിട്ട് എനിക്ക് തോന്നാറില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവരും അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വീർത്തിങ്ങനെ വരില്ല, അങ്ങനെയാണ് എനിക്കിഷ്ടം. പതഞ്ഞിങ്ങനെ പൊന്തുമ്പോൾ എനിക്കെന്തോ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. എനിക്ക് ഇങ്ങനെ പൊന്തി വരുന്നതാണ് ഏറെ ഇഷ്ടം. നമുക്ക് ഇഡ്ഡലി സാധാ പോലെ തന്നെ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കത് ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര നിറഞ്ഞ് ഇതാക്കണ്ട, ഒന്ന് പൊന്തി വരുമല്ലോ. അപ്പോൾ കുറച്ചൊരു സ്പേസ് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എന്ന് വെച്ചാൽ ആദ്യത്തെ തട്ട് കുറച്ച് വലുതാണ്, അതിൻ്റെ മുകളിലത്തെ 2 കുറച്ച് ചെറിയ തട്ടാണ്. അതാണ് കുറച്ചൊരു വലിപ്പക്കുറവുള്ളത്. നല്ല വലിയ ഇഡ്ഡലി തട്ടൊക്കെ ആണെങ്കിൽ നല്ല വലിയതായിട്ട് വരും ഇഡ്ഡലി. നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു ഇഡ്ഡലിയുടെ കുഴി ചെറിയതായതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് തോന്നുന്നത്. അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പം ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ആദ്യത്തെ ദിവസം ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, രണ്ടാമത്തെ ദിവസം ദോശ. അപ്പോൾ അത് കറക്റ്റ് അങ്ങനെയാണ്. ആദ്യത്തെ ദിവസം എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ ഇഡ്ഡലി. പിന്നെ ഇഡ്ഡലി എപ്പോഴും നമ്മൾ എടുത്തപ്പം തന്നെ എടുക്കരുത്, ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം തട്ടിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. ഒന്ന് ചൂടാറിനാണ് എപ്പോഴും നല്ലത്.
അല്ലാണ്ട് എടുത്താൽ ചൂടിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അതിൽ ഒട്ടി പിടിച്ച പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ്. ഇതേ സെയിം ആവുകൊണ്ട് തന്നെ നമുക്ക് ദോശ ഇപ്പം തന്നെ ഉണ്ടാക്കാം. നാളെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇപ്പോൾ ക്രിസ്പിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ നാളൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ഒരുപാട് പുളിച്ചിട്ടല്ല, എന്നാൽ അത്യാവശ്യം പുളിയൊക്കെ ആയിട്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര പഞ്ഞി പോലത്തെ ഇഡ്ഡലിയായിരിക്കും ഇഷ്ടം. ഇത് ഭയങ്കര പഞ്ഞിയല്ല, എന്നാൽ ഒരു ഇടത്തരം നല്ല കല്ല് അങ്ങനത്തെ ഒരു ടൈപ്പാണ് എനിക്കിഷ്ടം കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണ് പോലും ഇഷ്ടമുള്ളത്. നമ്മുടെ ഇഡ്ഡലി നല്ല റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റാണ്, അത്യാവശ്യം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ശരിയാവുന്നില്ല എന്നുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, എന്തായാലും ശരിയാവും. ഇനി ഇതേ മാവ് കൊണ്ട് തന്നെ ദോശയാണ് ഞാൻ ഇന്ന് തന്നെയാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അത്യാവശ്യം ഭയങ്കര പൊന്നിട്ടല്ല, എന്നാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ദോശയാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇഡ്ഡലിയും ദോശയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ടൈപ്പൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നാളെയാണ് ഒന്നും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ദോശ, ഒരു മസാല ദോശയും കൂടെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ദോശയുടെ മാവ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ദോശയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്, മസാല ദോശ ആയതുകൊണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയും കൂടെ വെച്ച് കൊടുക്കാം. മസാലയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട് കൂടെ ഇടാം. ദോശ ഞാൻ ഇതിൻ്റെ ദോശയുടെ കൂടെ തന്നെ ചമ്മന്തിയും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഒക്കെ കൂടി മിക്സായിട്ട് നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ നമ്മുടെ മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.